എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴെ സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട് കേട്ടോ. അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവ്യമായാലും അതിനൊക്കെ ഒരു സമയമുണ്ട്. അത് നമ്മുടെ സമയമല്ല, അതും ദൈവം വെച്ചിരിക്കുന്നതാണ് സമയം. കാരണം സമയത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. പകലും രാവും തമ്മിൽ വേർപിരിപ്പാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായി കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതുകട്ടെ. ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി 2 വെളിച്ചങ്ങളെയും ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രി വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. അപ്പോൾ കാലം അല്ലെങ്കിൽ സമയത്തെ ഉളവാക്കിയത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നത് നമ്മുടെ ടൈമിലല്ല, അത് ദൈവത്തിൻ്റെ ടൈമിലായിരിക്കും. വിശ്വസിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ താൻ എഴുതിയ പുസ്തകം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1 മുതൽ താഴോട്ട് താൻ ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴെ സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാക്കാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദോഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ സംഭവ്യമാകുന്ന ഓരോ കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ സമയത്താണ്, അത് ദൈവത്തിൻ്റെ ടൈമിലാണ് നടക്കുന്നതെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുവാൻ നാം തയ്യാറാണോ? വചനപ്രകാരം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുഃഖിക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ സന്തോഷിപ്പാൻ ഒരു കാലമുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റിയിട്ട് ഒരു നിറവ് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. രോഗാവസ്ഥകൾക്കകത്തുനിന്ന് സൗഖ്യത്തെ നൽകി രോഗത്തിൻ്റെതായ അവസ്ഥകളെ മാറ്റി സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുദിനം നൽകാൻ ദൈവം ശക്തനാണ്. ഒന്നിനാലും പിറുപിറുത്തു പോകരുത്, മടുത്തു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾ ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടവരാണ്, ഞാനും ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടവനാണ്. നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നത് നമ്മുടെ സമയത്തിലല്ല, ദൈവത്തിൻ്റെ സമയത്തിൽ അത് നിറവേറ്റുക തന്നെ ചെയ്യും. തക്ക സമയത്ത് നമ്മളോടുള്ള വാഗ്ദത്തങ്ങളെ പൂർത്തീകരിപ്പാൻ ദൈവശക്തനാണ്. ഏതൊരു കാര്യം തുടങ്ങാനും ആ കാര്യം എപ്രകാരം തുടരണമെന്നും ആ കാര്യം എപ്രകാരം പൂർത്തീകരിക്കണമെന്നും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരു കാര്യം നമ്മളിൽ തുടങ്ങിയാൽ അത് കർത്താവ് പൂർത്തീകരിപ്പാനും ശക്തനാണ്. നമുക്കൊരു വാഗ്ദത്തം, നമുക്കൊരു ദർശനം കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തെ പൂർത്തീകരിപ്പാൻ ദൈവശക്തനാണ്. അത് സമയം മാറിപ്പോകത്തുന്നില്ല. ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറയുവാനിടയായി തീർന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നീ യഹോവ എന്നോട് ഉത്തരമരുളിച്ച് അരുളിയത്,
നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരച്ചു വയ്ക്കുക. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദർശനം ദൈവമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ, വാഗ്ദത്തങ്ങൾ ദൈവമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കുന്നൊരു സമയമുണ്ട്. യോസെഫിന് ദൈവം ദർശനം കൊടുത്തു. യോസെഫിന് ദർശനം കൊടുത്തതിന് അനന്തരമായി ചില നാളുകൾ വേദനയിലൂടെ താൻ കടന്നുപോയി. എന്നാൽ ആ ദർശനം പൂർത്തീകരിച്ചു. നക്ഷത്രങ്ങളും ചന്ദ്രനും തന്നെ നമസ്കരിക്കുന്നതായിട്ടും വയലിൽ കൊയ്തു വെച്ചിരിക്കുന്ന കറ്റകളിൽ തൻ്റെ കറ്റയെ തൻ്റെ സഹോദരങ്ങളുടെ കറ്റ നമസ്കരിക്കുന്നതായിട്ടും ഒക്കെ കണ്ട ദർശനങ്ങൾ അത് സഹോദരന്മാരിൽ അസൂയ ഉളവാക്കി. തന്നെ പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് അടിമച്ചന്തയിലേക്ക് വിൽക്കപ്പെടുന്നു. ഇശ്മയിലെ കച്ചവടക്കാർ അവനെ വാങ്ങി അടിമ ചന്തയിൽ കൊണ്ടു നിർത്തുന്നു. അവിടുന്ന് പൊത്തിഫേർ വന്ന് അവനെ അടിമയായിട്ട് തൻ്റെ ഭവനത്തിലേക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നു. അവിടെ പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് വിധേയപ്പെടാഞ്ഞത് നിമിത്തമായി താൻ കുറ്റമാരോപിതനായി ജയിലിലേക്ക് പോകുന്നു. ജയിലിൻ്റെ ഉള്ളറയിൽ കിടന്ന യോസഫിന് വേണ്ടി അവിടുന്ന് ദൈവം പ്രവർത്തിക്കുന്നു. മിസ്രൈമി രാജാവായ ഫറവോയ്ക്ക് ദൈവം ദർശനങ്ങളെ കൊടുത്തു. ആ ദർശനങ്ങളെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി യോസഫിനെ ദൈവം ഉപയോഗിക്കുന്നു. ചില ഘട്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ദർശനം പൂർത്തീകരിച്ചു. അതെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ടൈമിൽ തന്നെയാണ്. അതൊരു പക്ഷേ വേദനാജനകമായ പല സാഹചര്യങ്ങൾ, പക്ഷേ സമയമൊന്നും മാറിപ്പോയിട്ടില്ല കേട്ടോ. സമയം മാറത്തുമില്ല. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തത്തെ നിറവേറ്റാൻ ദൈവശക്തനാണ്. ഒരിക്കലും ഒരു ട്രെയിൻ നമ്മുടെ ടൈമിലല്ല ഓടുന്നത്. യാത്രക്കാരനായിരിക്കുന്ന എൻ്റെ ടൈമിൽ അല്ല ട്രെയിൻ ക്രമീകരിച്ചിരിക്കുന്നത്. ട്രെയിനിൻ്റെ സമയം അനുസരിച്ച് ഞാൻ യാത്ര ക്രമീകരിക്കുക, ഞാൻ ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്ത് അനന്തരമായിട്ട് ആ ട്രെയിനിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൽ കാണണം, കയറാൻ തയ്യാറായി നിൽക്കണം. ട്രെയിൻ വരും, നിശ്ചയ ട്രെയിൻ വരും. അല്പം താമസിച്ചാലും എന്ത് ചെയ്യും, അത് വന്നിരിക്കും. അത് അതിൻ്റെ സമയത്ത് വന്നിരിക്കും. അതിൽ കയറുക, എത്തിക്കൊണ്ടെടുത്ത് നമ്മൾ എവിടെയൊക്കെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ അത് എന്ത് ചെയ്യും, എത്തിച്ചിരിക്കും. ഇന്ന് പകലിൽ നമ്മുടെ ടൈമിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ ടൈമിൽ ദൈവം പ്രവർത്തിക്കും. ആ ടൈമിൽ നമ്മൾ അത് പ്രാപിച്ചെടുപ്പാൻ ആ സ്ഥാനത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രാധാന്യം. തീർച്ചയായിട്ടും എന്നിലൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേ പ്രിയ സഹോദര സഹോദരി, അഭിഷക്തേ, നമ്മൾ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാൻ സമയമായി. ചിലത് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു, ചിലതിലേക്ക് എൻ്റർ ചെയ്യപ്പെടാൻ പോകുന്നു, ചിലത് തുടങ്ങാൻ പോകുന്നു. ടൈമായി. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സമയമായി. ആ സമയം ഒരിക്കലും തെറ്റത്തില്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയം ഇന്നാണ്, ഇപ്പോഴാണ്, ഈ വചനം കേൾക്കുമ്പോഴാണ്. വിശ്വസിക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി അതിനെ കണ്ടിന്യൂ ചെയ്ത് പൂർത്തീകരിപ്പിക്കുവാൻ ദൈവശക്തനാണ്. അതുകൊണ്ട് എന്നിലും നിങ്ങളിലും തുടങ്ങിയതൊന്നും ഒരിടത്തും നിലച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തതിനെ തുടങ്ങാൻ, ഇതുവരെ വാഗ്ദത്തമുണ്ട് പക്ഷേ പ്രാപിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ വാഗ്ദത്തത്തെ നമുക്ക് നൽകി തരാൻ കർത്താവ് ശക്തനാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുക, ദൈവം മാനിക്കും. ആമേൻ, ആമേൻ, ആമേൻ.